2026 ഓഗസ്റ്റ് 3 12:45 സമയം. പാലായിലെ മഴയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. പുഴക്കര പാലത്തിനോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതാണ് മീനച്ചിലാറ്. ഏതാണ്ട് നമ്മുടെ ലാലം തോട് നിറഞ്ഞു വന്ന് ഈ പാലത്തിൽ ഇങ്ങനെ മുട്ടി വെള്ളമുണ്ട്. ഈ വീഡിയോയിലൂടെ കാണുന്നത് ഈ വീണ്ടും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. പാലായിലെ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അതുപോലെ നമ്മൾ ദൂരെ കാണുന്ന നമ്മുടെ കുരിശുപള്ളിയും ഒക്കെയാണ്. ഇവിടെ എല്ലാം വെള്ളം ഈ ഭാഗത്തെല്ലാം ഉയരുകയാണ് വീണ്ടും. ഏതായാലും ഇപ്പോഴും തെളിഞ്ഞ അന്തരീക്ഷമാണ്. മാനം അങ്ങ് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വെള്ളം താഴുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഉച്ച സമയത്ത് പാലായിൽ ഇനി തിരക്കൊന്നുമില്ല. വാഹനങ്ങളൊക്കെ ഓരോ വാഹനങ്ങളൊക്കെ കയറുന്നുള്ളൂ. ഇവിടെ കണ്ടോ, വാഹനങ്ങളൊന്നും തിരക്കൊന്നുമില്ല. ഇവിടെ നമ്മുടെ മുനിസിപ്പൽ ഗ്രൗണ്ട് കാണാം. ഈ ഗ്രൗണ്ടിൽ ഒക്കെ ഇവിടെ ഇന്നലെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ലാലം തോട് ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് തോടുകളിലും അതുപോലെ തന്നെ മീനച്ചിലാറിൻ്റെ മെയിൻ കൈവഴി ഈ രാജുവേട്ടയിൽ നിന്ന് വരുന്ന റോഡിൽ അവിടെ നല്ല വെള്ളമാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ രീതി വരുമ്പോഴത്തേക്ക് ഈ പാലത്തെ വെള്ളം കയറും. പാലത്തിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മുട്ടി വരുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇതുകൊണ്ടാകുന്നു എല്ലാം ഇങ്ങനെ വെള്ളം മുട്ടി ഒഴുകുന്ന ഭാഗമാണ് കാണുന്നത്. ഈ രീതിയിൽ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഈ പാലത്തേക്കൂടെ വെള്ളം കയറി ഒഴുകാൻ തുടങ്ങും. കിഴക്കോട്ടൊക്കെയുള്ള മഴ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 2 മണിക്കൂറിന് ശേഷം വെള്ളം ഇറങ്ങി തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പാലായിലെ വെള്ളപ്പൊക്കമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന മറ്റുള്ള പുറത്തുള്ളവർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. പാലാ നഗരസഭ 24-ാം വാർഡിന്റെ കൗൺസിലർ ബിജു മാത്യൂസ്, നിങ്ങൾക്കെല്ലാവർക്കും വിവരങ്ങൾ അറിയുന്നതിനോടൊപ്പം തന്നെ ഈ പാലായിലുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളത്തിൽ ഇറങ്ങാതെ ശ്രദ്ധിക്കണം. കുറച്ച് നേരമൊക്കെ ഇന്നിപ്പോൾ കറണ്ട് ലൈനൊക്കെ ഓൺ ആയിട്ടുണ്ട്. മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്ത് വെക്കുക, മോട്ടറൊക്കെ വെള്ളം ഒഴുക്കി അടിക്കുക. പാലായിലെ ചില ഭാഗങ്ങൾ ഇപ്പം പൂർണ്ണമായിട്ട് വെള്ളത്തിനടിയിലും ആയിട്ടുണ്ട്. വീടുകൾ പരസ്പരം സഹായിക്കുക എന്നേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.